എല്ലാവർക്കും നമസ്കാരം. ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യമേ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നമ്മളെ വാഹനങ്ങളിൽ AC ഫിൽറ്റർ ഉണ്ടല്ലോ, ക്യാബിൻ ഫിൽറ്റർ നമ്മൾ കറക്റ്റ് ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് ഇളക്കി ക്ലീൻ ചെയ്യണം. 6 മാസത്തിൽ അത് മാറണം. 6 മാസം കഴിയുമ്പോഴത്തേക്ക് ആ ഫിൽറ്റർ മാറിക്കൊടുക്കണം. അപ്പോൾ അതിന് തുച്ഛമായ പൈസയെ വരൂ, 10, 300, 400 ആ റേഞ്ചിൽ നിൽക്കും. പക്ഷേ അത് മാറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഇവാപ്പറേറ്ററിനകത്തോട്ട് ഈ ഫിൽറ്ററും കഴിഞ്ഞ് അഴുക്ക് പോവും. പൊടി പോയി കഴിഞ്ഞാൽ അത് അടഞ്ഞിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് തണുക്കത്തില്ല. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, അതിൽ വെള്ളവും കൂടെ വരുമ്പോഴത്തേക്ക് തണുക്കുന്ന സാധനം കണ്ടാൽ ഈർപ്പം വരുമ്പോൾ ഈ അഴുക്കും കൂടെ നിന്നിട്ട് അവിടെ ദ്രവിച്ചിട്ട് ഇവാപ്പറേറ്റർ ലീക്കാവും. ഇവാപ്പറേറ്റർ ലീക്കായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ AC ഇട്ടിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ, വണ്ടിയിലിരുന്ന് ഗ്ലാസ് പിടിച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ഇതിനകത്തുള്ള ഗ്യാസ് ഈ ക്യാബിനകത്ത് വരികയും അത് ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുകയും നമ്മൾ ആ മയക്കത്തിൽ തന്നെ മരണത്തിലേക്ക് പോവുകയും ചെയ്യും. അത് ഭയങ്കര ഡേഞ്ചറായൊരു കാര്യമാണ്. നമുക്കറിയത്തില്ല, ചിലപ്പോൾ ഈ ACക്ക് ലീക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. നമ്മൾ AC ഇട്ടിട്ട് കിടന്ന് ഉറങ്ങും ഗ്ലാസും പിടിച്ചിട്ടിട്ട്. അത് ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാതിരിക്കരുത്, അത് നിസ്സാരമായി കാണരുത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൽ നമ്മൾ പുറത്തൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് വാഹനം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ആ മാറ്റുണ്ടല്ലോ, നമ്മൾ ചവിട്ടിയേക്കുന്ന മാറ്റ്, നമ്മൾ ചിലപ്പോൾ കാഴ്ചയിൽ വലിയ പൊടിയൊന്നും കാണത്തില്ല. എന്നിരുന്നാൽ കൂടി നമ്മളെ ചെരുപ്പിൻ്റെ അടിയിൽ നിന്നുള്ള പൊടി, നൈസ് പൊടി അതിനകത്ത് കാണും. അത് നമ്മൾ ഈ എയറിൻ്റെ സർക്കുലേഷൻ അകത്തുനിന്നുള്ള ഇതിലിട്ടേക്കുമ്പോഴത്തേക്ക് ഈ തണുത്ത എയറിനെ തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും AC. അപ്പോൾ അകത്തുള്ള എയറിനെ പിടിക്കുമ്പോൾ ഈ മണ്ണും കൂടെ AC സെക്ഷൻ ചെയ്ത് വലിച്ചെടുക്കും, ഫാൻ വലിച്ചെടുക്കും. അത് നേരെ വന്ന് ഇവാപ്പറേറ്ററിലാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവാപ്പറേറ്റർ വണ്ടി ക്ലീൻ ആയിരുന്നാൽ പോലും ചിലപ്പം AC ഫിൽറ്റർ നല്ല അഴുക്കുണ്ടാവും. അതൊരു കാര്യം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെപ്പം ഒരു യാത്ര കഴിഞ്ഞ് വന്നാലും നമ്മൾ ഇത് മാറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്ത് തട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം അകത്തെടുത്തിടുക. വാഹനത്തിനകത്ത് അത് എപ്പോഴും ശ്രദ്ധിച്ചോളണം. പിന്നെ ഇന്ന് പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല. ഗോവിന്ദച്ചാമി ചാടിപ്പോയതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മുടെ നാട് എങ്ങോട്ടാണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്താണ് ഇങ്ങനെയൊക്കെ? ഗോവിന്ദച്ചാമി, അത് ഒരു കൈയുള്ള ആൾ, ഒരു കൈ സ്വാധീനമില്ലാത്ത, ഒരു കൈപ്പത്തിയില്ലാത്ത ഒരാൾ ഇത്ര നിസ്സാരമായിട്ട് അവിടെ നിന്ന് ചാടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, 2 കൈയുള്ള ആരോഗ്യമുള്ളവരൊക്കെ നിസ്സാരമല്ലേ? ഇതൊക്കെ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ സെക്യൂരിറ്റിയും നമ്മുടെ പോലീസ് സിസ്റ്റവും നമ്മുടെ ഗവൺമെൻറ്റും എത്ര പൊള്ളയായ വാക്കുകളും വാഗ്ദാനങ്ങളുമാണ് നൽകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? എന്തായാലും ഇനി എങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞ 2 വണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യായിരുന്നത്. ഒരു ഇന്നോവയും ഒരു എൻജോയ് ചവർലറ്റിൻ്റെ. എൻജോയ്ക്ക് സ്റ്റാർട്ടറിൻ്റെ പ്രോബ്ലമാണ്, അതിൻ്റെ വെൻഡെക്സ് സൗണ്ട് അത് മാറി, സാധനം വന്നിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. മറ്റത് ACയിലത് കണ്ടൻസറും ഇവാപ്പറേറ്ററും നാളെ മാറി അത് സെറ്റ് ചെയ്ത് റെഡിയാക്കും. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും നാളെ സൺഡേയാണ് ഞാൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.